More on LibreOffice Calc. Lesson objectives: learn to insert and delete sheets, rows and columns. Learn to format spreadsheet. Get familiar with worksheet views. നമ്മൾ പഠിക്കാൻ പോകുന്നത് LibreOffice കാൽക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ്. നമുക്ക് ലെസൺ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് ഒരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും, അതുപോലെ റോസ് കോളംസ് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും, നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ വർക്ക് ഷീറ്റിൻ്റെ വിവിധ വ്യൂസൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. In the previous chapter, you have learned how to enter data in a worksheet, edit data contents in a worksheet, etc. Let's learn more about LibreOffice Calc. ഒരു വർക്ക് ഷീറ്റിൽ എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാമെന്നും അതുപോലെ എൻ്റർ ചെയ്ത ഡാറ്റയെ എഡിറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. Inserting a sheet. To insert sheets in a spreadsheet, follow the given steps. Step 1. Click on Insert menu. Step 2. Select Sheet option from drop-down list. Now a new worksheet will be inserted and it becomes the active sheet. Another way to insert a worksheet is click on the Insert Worksheet tab, which is located at the bottom of the screen. നമുക്കൊരു സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ ഒരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിൻ്റെ സ്റ്റെപ്പുകളാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഷീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയ വർക്ക് ഷീറ്റ് ആക്റ്റീവ് ഷീറ്റായിട്ട് ഇൻസേർട്ട് ചെയ്തതായിട്ട് കാണാം. Another way to insert a worksheet is click on the Insert Worksheet tab, which is located at the bottom of the screen. നമുക്ക് മറ്റൊരു രീതിയിലും വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. സ്ക്രീനിൻ്റെ താഴെയുള്ള വർക്ക് ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇൻസേർട്ടിംഗ് റോസ് ഓർ കോളംസ്. To insert rows or columns in your spreadsheet, follow the given steps. Step 1. Select the row or column adjacent to which you wish to insert a new row or column. Step 2. Click on Insert menu. Step 3. Select row or column from pop-up menu. അടുത്തതായിട്ട് നമുക്ക് ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് ഒരു റോ അല്ലെങ്കിൽ കോളം എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിൻ്റെ സ്റ്റെപ്പുകളാണ് പറയാൻ പോണത്. ഇൻസേർട്ട് ചെയ്യേണ്ട റോ അല്ലെങ്കിൽ കോളത്തിൻ്റെ തൊട്ടടുത്തുള്ള റോയോ കോളമോ നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റോ അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആക്റ്റീവ് ഷീറ്റിൽ റോ അല്ലെങ്കിൽ കോളം ഇൻസേർട്ട് ചെയ്തതായിട്ട് കാണാം. നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് റോ ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് കോളം ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, Inserting cells. To insert cells, follow the given steps. Step 1. Select the adjacent cell where you want to insert a new cell. Step 2. Select cells from Insert menu. Step 3. Select Shift cells down or Shift cells right option from the dialog box. Step 4. Click on OK button. അടുത്തതായിട്ട് ഒരു പുതിയ സെൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ആദ്യമായിട്ട് പുതിയ സെൽ ഇൻസേർട്ട് ചെയ്യേണ്ടതിൻ്റെ തൊട്ടടുത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ സെൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അതിനുശേഷം വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് ഷിഫ്റ്റ് സെൽ ഡൗൺ അല്ലെങ്കിൽ ഷിഫ്റ്റ് സെൽ റൈറ്റ് എന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ സെല്ല് ഇൻസേർട്ട് ചെയ്തതായിട്ട് കാണാം. നെക്സ്റ്റ്, ഡിലീറ്റിംഗ് സെൽസ്, കോളംസ് ആൻഡ് റോസ്. You can delete cells, columns and rows in spreadsheet. To delete cells, rows or column, follow the given steps. Step 1. Select the cells or range of cells you want to delete. Step 2. Click Delete Cell from the Edit menu. The Delete Cells dialog box appears. Step 3. Choose the appropriate option you want from the dialog box. For example, Shift Cell Up. Step 4. Click on the OK button. അടുത്തതായിട്ട് ഒരു സെല്ല് അല്ലെങ്കിൽ കോളമോ റോയോ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സെല്ല് അതല്ലെങ്കിൽ സെല്ലുകളുടെ റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് മെനുവിലുള്ള ഡിലീറ്റ് സെൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡിലീറ്റ് സെൽസ് എന്ന ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആവും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കിവിടെ ഷിഫ്റ്റ് സെൽ അപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത സെല്ലിന് താഴെയുള്ള ഡാറ്റകൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണാം. അനദർ മെത്തേഡ് ടു ഡിലീറ്റ് സെൽസ്, row or column, is to right click the mouse on range or cell and select delete option from pop-up menu. Now a window will be displayed on the screen. Then select appropriate option from the delete cell window. സെലക്ട് ചെയ്ത റോ അല്ലെങ്കിൽ കോളം അതും അല്ലെങ്കിൽ ഒരു സെല്ലോ അല്ലെങ്കിൽ സെല്ലുകളുടെ ഒരു റേഞ്ചോ നമുക്ക് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പോപ്പപ്പ് മെനുവിലെ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ചേഞ്ചിങ് കോളം വിഡ്ത്ത്. ടു ചേഞ്ച് ദ കോളം വിഡ്ത്ത്, ഫോളോ ദ ഗിവൻ സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1. സെലക്ട് ദ കോളം ഓർ പ്ലേസ് ദ പോയിന്റർ ഓൺ എനി സെൽ ഇൻ ദ കോളം. Step 2. Click on Format menu. Step 3. Select column width from the pop-up menu. The column width dialog box appears. Step 4. Enter any value and click OK button. The width of the column gets changed. Another method is select the entire column and right click on it. Select the column width option from the pop-up menu. Enter new size of column in column width window box and click OK button. Now the column width is changed. നമുക്ക് സ്പ്രെഡ്ഷീറ്റിലെ കോളത്തിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കോളത്തിൻ്റെ വിഡ്ത്ത് നിലവിലെ വിഡ്ത്തിൽ നിന്നും കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുന്നതാണ്. നമുക്കെങ്ങനെ കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാൻ നോക്കാം. കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്യേണ്ടതാണ്. ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്താൽ മതിയാവും. ആ സെല്ല് സെലക്ട് ചെയ്ത കോളത്തിൻ്റെ വിഡ്ത്ത് ആയിരിക്കും ചേഞ്ച് ആവുന്നത്. അതിനുശേഷം ഫോർമാറ്റ് മെനുവിൽ കോളം വിഡ്ത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ കോളം വിഡ്ത്ത് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആവും. നമുക്കവിടെ വാല്യൂസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് കോളത്തിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ആയതായി കാണാം. ഇവിടെ വിഡ്ത്തിൻ്റെ യൂണിറ്റ് ഇഞ്ചാണ്. ഈ യൂണിറ്റ് നമുക്ക് മാറ്റാവുന്നതാണ്. മറ്റൊരു രീതിയിലും നമുക്ക് കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി കോളം സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോളം വിഡ്ത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞ പോപ്പപ്പ് മെനു നമുക്ക് പുതിയ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ കോളം വിഡ്ത്ത് ചേഞ്ച് ചെയ്തതായിട്ട് കാണാം. നെക്സ്റ്റ്, ചേഞ്ചിങ് റോ ഹൈറ്റ്. ടു ചേഞ്ച് ദ റോ ഹൈറ്റ്, ഫോളോ ദ ഗിവൻ സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1. സെലക്ട് ദ റോ ഓർ പ്ലേസ് ദ സെൽ പോയിന്റർ ഓൺ എനി സെൽ ഇൻ ദ റോ. സ്റ്റെപ്പ് 2. ക്ലിക്ക് ഓൺ റോ ഫ്രം ഫോർമാറ്റ് മെനു. സ്റ്റെപ്പ് 3.
Select height from pop-up menu. The row height dialog box appears. Step 4. Enter the value and click on OK button. The height of the row gets changed. അടുത്തതായിട്ട് നമുക്ക് റോയുടെ ഹൈറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹൈറ്റ് ചേഞ്ച് ചെയ്യേണ്ട റോയിലുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫോർമാറ്റ് മെനുവിലുള്ള റോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന പോപ്പപ്പ് മെനുവിൽ നിന്നും ഹൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. റോ ഹൈറ്റ് എന്ന ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആവുന്നതാണ്. അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് റോയുടെ ഹൈറ്റ് ചേഞ്ച് ചെയ്തതായിട്ട് കാണാം. ഡു യു നോ യു ക്യാൻ ആൾസോ ചേഞ്ച് ദ കോളം വിഡ്ത്ത് ഓർ റോ ഹൈറ്റ് ബൈ ഡ്രാഗിങ് ബോർഡേഴ്സ് ഓഫ് കോളം ഹെഡർ ഓർ റോ ഹെഡർ. നമുക്ക് കോളം വിഡ്ത്തോ അതല്ലെങ്കിൽ റോൻ്റെ ഹൈറ്റോ മറ്റൊരു രീതിയിലും ചേഞ്ച് ചെയ്യാം. കോളം ഹെഡറിൻ്റെ ഇടയിലുള്ള ഈ ബോർഡർ മൗസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ റോ ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റോയുടെ ഹെഡറിൻ്റെ ഇടയിലുള്ള ഈ ഒരു ബോർഡറിൽ മൗസ് ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്തും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, മെർജിങ് സെൽസ്. Merging cells means combining two or more adjacent cells into one cell. To merge cells, follow the steps. Step 1. Select the cells that you want to merge. Step 2. Click on Merge and Center Cell icon from Formatting bar. Now the selected cell will be merged into a single cell. നമുക്ക് അടുത്തായിട്ട് വരുന്ന രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ സെല്ലുകളെ തമ്മിൽ മെർജ് ചെയ്തുകൊണ്ട് ഒറ്റ സെല്ലാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകളാണ് പറയാൻ പോണത്. ആദ്യമായിട്ട് നമുക്ക് മെർജ് ചെയ്യേണ്ട സെല്ലുകളെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫോർമാറ്റിംഗ് ബാറിലുള്ള മെർജ് ആൻഡ് സെൻറ്റർ സെൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത സെല്ലുകൾ മെർജ് ചെയ്ത് ഒറ്റ സെല്ലായിട്ട് മാറിയതായിട്ട് കാണാം. Another method to merge cell is to click on the merge cell from format menu and click on merge and center cell option from the pop-up menu. നമുക്ക് മറ്റൊരു രീതിയിലും സെല്ലുകളെ മെർജ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മെർജ് ചെയ്യേണ്ട സെല്ലുകൾ സെലക്ട് ചെയ്ത ശേഷം ഫോർമാറ്റ് മെനുവിലുള്ള മെർജ് സെൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പോപ്പപ്പ് മെനുവിൽ നിന്നും മെർജ് ആൻഡ് സെൻറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് മെർജ് ചെയ്യാവുന്നതാണ്. Next, renaming a spreadsheet. To change the name of the worksheet, follow these given steps. Step 1. Right-click on the Sheet tab, example Sheet 1, at the bottom of the screen. Step 2. Select Rename Sheet option from the pop-up menu. Step 3. Type new name, example Mark List, and press Enter key. അടുത്തായിട്ട് നമുക്കൊരു വർക്ക്ഷീറ്റിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അതിൻ്റെ സ്റ്റെപ്പുകളാണ് പറയാൻ പോണത്. ആദ്യമായിട്ട് നമുക്ക് റീനെയിം ചെയ്യേണ്ട, പേര് മാറ്റേണ്ട ഷീറ്റിൻ്റെ ടാബിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന പോപ്പപ്പ് മെനുവിൽ നിന്ന് റീനെയിം ഷീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പുതിയ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പുതിയ പേര് വന്നതായിട്ട് കാണാം. നമുക്കിവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുത്തത് വന്നിട്ടുണ്ട്. Another way to rename the worksheet is double click on the worksheet tab, then type a new name and press enter key. നമുക്ക് മറ്റൊരു രീതിയിലും വർക്ക്ഷീറ്റിൻ്റെ പേര് മാറ്റാവുന്നതാണ്. അതിനുവേണ്ടി വർക്ക്ഷീറ്റ് ടാബിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയ പേര് എൻ്റർ ചെയ്യുക. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. നെക്സ്റ്റ്, ഓട്ടോഫിൽ. The autofill feature is used to enter a series of number of characters in a specified range in a worksheet quickly. In LibreOffice Calc, you can fill a series of numbers, series of dates, week, days, and month, etc. To create numeric data series, follow the given steps. Step 1. Enter the first two values of data into adjacent cells and select both cells. Step 2. Click on Fill handle present on the lower right corner of selected cells and drag it to enclose the desired area to be filled with the series of numbers. നമുക്ക് ഓട്ടോഫിൽ എന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്പറിൻ്റെ സീരീസോ അതല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന ക്യാരക്ടർ സീരീസോ
നമുക്ക് വളരെ പെട്ടെന്ന് ഫിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഡേറ്റിൻ്റെ സീരീസ് ആണെങ്കിലും വീക്ക് ഡേയ്സിൻ്റെ സീരീസ് അല്ലെങ്കിൽ മന്ത് തുടങ്ങിയവയൊക്കെ ഇങ്ങനെ ഓട്ടോ ഫിൽ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഫിൽ ചെയ്യാവുന്നതാണ്. To create a series of dates or months, follow the given steps. Step 1. Enter the first value of the series in a cell and select it. Step 2. Drag the fill handle to enclose the desired area to fill with the series of data. നമുക്ക് ഇതുപോലെ തീയതി, മാസം, ആഴ്ചയുടെ പേര് തുടങ്ങിയവയൊക്കെ ഇതുപോലെ ഓട്ടോ ഫിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.